ചെന്നൈയിൽ വരുമ്പോഴെല്ലാം നാദിയ സ്ഥിരമായി താമസിക്കാറുള്ളത് അടയാറിലെ യൂത്ത് ഹോസ്റ്റലിലാണ്. അതെ, ആ യൂത്ത് ഹോസ്റ്റൽ അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥല. അവിടുത്തെ 6 നമ്പർ റൂം അവളുടെ ലക്കി റൂം. അവിടെ ഞാൻ അന്വേഷിച്ചപ്പോ 11-ാം തീയതി രാത്രി ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ നാദിയെ ശല്യം ചെയ്തിരുന്നു. സൈമൺ കാൻഡൽ, നൈജീരിയക്കാരൻ. ആ സംഭവം 11-ാം തീയതി രാത്രി എന്നെ വിളിച്ചപ്പോ തന്നെ അവള് പറഞ്ഞിരുന്നു. അവനെയും ഞങ്ങൾക്ക് സംശയമുണ്ട്. വലിയ സിറ്റിയില് അതൊക്കെ പതിവല്ലേ? നാദിയ എന്ത് വാങ്ങാനായിരുന്നു ഷോപ്പിംഗ് മാളിൽ പോയത് പറഞ്ഞിരുന്നു? സിഐക്ക് ഒരു പ്രസന്റ് വാങ്ങിക്കാനാ. ക്രിസ്റ്റലിലുണ്ടാക്കിയ ഒരു മിനിയേച്ചർ ഗിറ്റാർ. കള്ളന്മാർ അതും കൊണ്ടുപോയി. നന്നായി. ആ സമ്മാനം അർഹിക്കുന്നില്ല സിയ. കാരണം സിയ മുസാഫിർ ഒരിക്കലും ഒരു നല്ല കാമുകനല്ല. നാളെ അവനൊരു നല്ല ഭർത്താവും ആയിരിക്കില്ല. പിന്നെ അനുസരണയുള്ള മകൻ, അത് മാത്രമാണ് അയാൾ. അല്ലെങ്കിൽ ദുരിതങ്ങളിൽ കൂട്ടായി അയാൾ ഇവിടെ നാദിരയുടെ അടുത്തുണ്ടാവണമായിരുന്നു. വന്നില്ല. എന്തേ? എങ്ങനെ വരാനാ? സിയ ഇപ്പൊ ബഹാമസിലെ നാസോ സിറ്റിയിലാ. പുതിയ അറബിക് ആൽബം കമ്പോസ് ചെയ്യുന്ന തിരക്കില്. ആകാശത്തെ അമ്പിളിമാമനെ കാട്ടിത്തരുന്നത് പോലെ സിയ എന്ന രാജകുമാരനെ ചൂണ്ടിക്കാണിച്ച് തന്നെ വിഡ്ഢിയാക്കിയായിരുന്നു ഗുലാം മുസാഫിറും ആദിലക്ഷ്മി ടീച്ചറും ഒക്കെ ഇത്രയും കാലം. ജമൈക്കയിലും കറാച്ചിയിലുമുള്ള ആരാധികമാരെ ഹരം കൊള്ളിക്കുന്ന തിരക്കിൽ ഈ കഞ്ചിക്കോട്ടുകാരി അവൻ എപ്പോഴോ മറന്നിരിക്കണം. ഇല്ല, സിയ ആകാശത്തോളം വളർന്നാലും എന്നെ മറക്കില്ല. കാമുകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന, കാമുകനെ പറ്റി അഹങ്കരിക്കുന്ന എല്ലാ പെൺകുട്ടികളും പറയും ഈ വാചകം. ഈ കാത്തിരിപ്പ് വെറുതെയാണ്. വരില്ലവൻ. വരും. ഇന്ന് രാവിലെ സിയ എനിക്ക് അയച്ച മെസ്സേജ് കണ്ടോ? എന്ത് കാണാൻ? നിന്നെ മറവിക്ക് വിട്ടുകൊടുത്തിട്ടില്ലെന്ന് നിന്നെ മാത്രം വിശ്വസിപ്പിക്കാൻ ഒരു SMS. That's all. Your body is my prison. മനസ്സിലാക്ക്. അപ്പോഴും അവന്റെ നോട്ടം നിന്റെ ശരീരത്തിൽ മാത്രമാണ്. ഈ വാചകങ്ങൾ പോലും അവൻ കടം വാങ്ങിയതാണ്. ഇറ്റ്സ് ഓൺലി എ ഫോർവേഡഡ് മെസ്സേജ് ഫ്രം ജമൈക്ക ആൻഡ് കറാച്ചി. അവന്റെ എല്ലാ ഗേൾഫ്രണ്ട്സിനും അവൻ ഇതേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ആ ഗന്ധർവനെ നീ വിശ്വസിക്കരുത്. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. ബഹാമാസ് പോലീസ് നാളെ ചോദ്യം ചെയ്യും സിയ മുസാഫിറിനെ. എന്തിന്? 11-ാം തീയതി രാവിലെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിയ ലാൻഡ് ചെയ്തതിന് രേഖകളും. അതേ ദിവസം തന്നെയാണ് ചെന്നൈയിൽ വെച്ച് നാദിയ ആക്രമിക്കപ്പെടുന്നത്. ഞാൻ അറിയാതെ സിയ ചെന്നൈയിൽ വരില്ല. നാദിയ ആക്രമിച്ചത് സിയയോ അല്ല. സിയ അങ്ങനെ ചെയ്യില്ല. എനിക്ക് സംശയം ഡോക്ടർ അജയ് ഘോഷിനെയാ. അയാൾക്ക് നാദിയോട് പകയും ദേഷ്യമുണ്ട്. അതിന് കാരണം 6 മാസത്തിന് മുൻപ് തിരുപ്പൂരിലൊരു ഡാൻസ് പ്രോഗ്രാം. ഡാൻസ് കഴിഞ്ഞ് നാദിയ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പോ അവനും കൂട്ടുകാരും നീ എന്താടാ നാദിയോട് പറഞ്ഞേ? ബട്ടർ ചിക്ക് കണ്ടപ്പോ നിനക്ക് കിസ് ചെയ്യാൻ തോന്നിയെന്നോ? മേലിൽ അവളുടെ രൂപം പോലും നിന്റെ മനസ്സിൽ നീ ഓർക്കരുത്. ഇനി എപ്പോഴെങ്കിലും നീ എന്റെ മുന്നിൽ വന്നാ നിന്റെ പോസ്റ്റ്മോർട്ടം നടത്തും ഞാൻ. കേട്ടോടാ ബ്ലഡി ഡ്രങ്കൺ മങ്കി. മൊബൈലും കൊണ്ട് നടക്കുക പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ. നാദിറ പറയുന്നത് അജയ് ഘോഷ് ആ കണക്ക് തീർത്തു എന്നാണോ? അതെ. പൊയ്ക്കോളൂ. ഇത് നിന്റെ സ്വീറ്റ് റോസി ആപ്പിൾ ജ്യൂസ് അല്ല, റിയൽ കില്ലർ ഡ്രോപ്സ്. ഇത്രയും മതി ഒരു കുതിരയെ കൊല്ലാൻ. Now start talking. ഡോക്ടർ അജയ് ഘോഷ്, നമുക്ക് മടങ്ങാം.
1.5 മാസം മുമ്പുള്ള ഒരു രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന സൗവർണിക എക്സ്പ്രസ് ഫസ്റ്റ് AC കോച്ചിലെ സി കൂപ്പയിൽ നീയും നിന്റെ 3 കൂട്ടുകാരും. യാത്രക്കിടയിൽ നീ നാദിയെ കാണുന്നു. TT തത്തമംഗലം മുത്തുവിനെ കൊണ്ട് നീ അവരുടെ സെൽ നമ്പർ എടുപ്പിക്കുന്നു. റൈറ്റ് 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 ഡോണ്ട് ഗോ ടു സ്ലീപ്. എന്നിട്ട് എപ്പം നിങ്ങൾ കണ്ടുമുട്ടി? തിരുപ്പൂർ ഇറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പ്. എക്സ്ട്രീംലി സ്റ്റുപ്പിഡ് എന്നല്ലേ പറയാമെന്നത്? എനിക്ക് കാണാപ്പാടമാണ് നിന്റെ സ്റ്റൈൽ, ലാംഗ്വേജ്, ബോഡി ഷേപ്പ്. Stop your dirty bubbling. ദേഷ്യം വരുമ്പോ നീ സുന്ദരി. ഫോൺ ചവിട്ടി പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ ഷൂട്ടർക്ക്? പൊട്ടിക്ക്, പൊട്ടിക്ക്. Ajay, what happened? നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടാ. അധികം താമസിയാതെ ഓർത്തോ നീ. സത്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണല്ലേ ഡോക്ടർ രൂപേഷ് പൊതുവാൾ? നാദിയെ അജയ് ഘോഷിന് മുൻ പരിചയമുണ്ട്, മുൻ വൈരാഗ്യവുമുണ്ട്. ഷീ ഈസ് എസ് ഓൾഡ് എനിമി. എന്നിട്ടും മയിൽവാഹനത്തിനോട് നാദിയെ അറിയില്ലെന്ന് നിങ്ങൾ 4 ആളും കള്ളം പറഞ്ഞു. എന്തിന്? ആർക്കു വേണ്ടി? തിരുപ്പൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ അജയ് ഘോഷിന് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ട്രെയിനിൽ കയറാൻ ഡോർ തുറന്നു കൊടുത്തത് നിങ്ങൾ 3 പേരും കൂടിയാണ് അല്ലേ? ബി കൂപ്പയുടെ വാതിൽ വിൻഡോ വഴി തുറന്നത് ഈ കൈ കൊണ്ടാണല്ലടാ? നോ സർ. ഇതുപോലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു കയ്യിൽ? ഒരെണ്ണം. അതാണ് ആക്ട്രസിന്റെ അമ്മയ്ക്ക് കൊടുത്തത്. പക്ഷെ ആക്ട്രസിന്റെ അമ്മയുടെ മൊഴി അങ്ങനെ അല്ലല്ലോ. സൽവൻ, കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല. കൊടുക്കാൻ മറന്നുപോയി. കോവേ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. സർ, അത് കോൺഫറൻസിന് വന്നവർക്കെല്ലാം കോംപ്ലിമെന്റ്സ് ആയി ചെന്നൈ മെഡിലാബ് തന്ന സർജിക്കൽ ബ്ലേഡുകളുടെ കിറ്റാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അതാണ് അവര്. ബി കൂപ്പയുടെ സീറ്റിനടിയിൽ നിന്ന് കിട്ടിയതാണിത്. മറ്റൊരു സ്കാൽപ്പൽ. നാദിയെ ജീവച്ഛവമാക്കിയ ആയുധം സ്കാൽപ്പലാണെന്ന് മനസ്സിലായി. ഇനി ഇത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോയമ്പത്തൂര് വെച്ച് ബി കൂപ്പെ നിങ്ങൾ 4 പേരും ചേർന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററാക്കി മാറ്റി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് മാത്രമല്ല, ഫോറൻസിക് സയൻസും അരച്ചു കലക്കി കുടിച്ചവരാണ് ഈ കേസിലെ പ്രതികൾ. ഫിംഗർ പ്രിന്റിംഗ് തിയറി പ്രകാരം ഒരുപാട് പേര് പെരുമാറിയ സർഫസിൽ നിന്ന് സ്ക്വാഷ്ഡ് ഫിംഗർ പ്രിന്റ്സേ ലഭിക്കൂ. അത് ഒരു കോടതിയും സ്വീകരിക്കില്ലെന്ന് നിങ്ങൾ 4 പേർക്കും അറിയാം. എനിവേ, വെരി ബ്രില്യന്റ് വർക്ക്. ബി കൂപ്പയിലെ 99% തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു. 4 പേരും ക്ലാസ്മേറ്റ്സ്, കൊളീഗ്സ്. നാളെ സെൻട്രൽ ജയിലിലെ സെൽമേറ്റ്സ്. രക്ഷപ്പെടില്ല 4. റൂമിക്കേറി നാദിയെ കൊല്ലാൻ ശ്രമിച്ചത്? മുമ്പൊരിക്കൽ ശ്രമിച്ചവൻ തന്നെ. വേണമെങ്കിൽ ഇടിച്ച് സത്യം പറയിക്കാം. പക്ഷെ കോടതിയിൽ അവൻ മാറ്റിപ്പറയും. എങ്കിലും നാദിറ കേൾക്കണം. ഉസ്താദ് ഗുലാം മുസാഫിർ വായിച്ച നാദീസിന്റെ വിധി. കമാൻ. നാദിറ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വെന്റിലേറ്റർ ഓഫ് ചെയ്യണം. നാദിറ എന്ന കലാകാരിക്ക് വേണ്ടി നാദിയെ ജീവിച്ചിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാദിയക്ക് കാവലിരുന്ന് സ്വയം നശിക്കും നാദിറ. അത് പാടില്ല. അവൾ ഇനിയും കാലിൽ ചിലങ്കയണിയണം. ഒഡീസിയും കഥക്കുമെല്ലാം അവളുടെ ദാസികളാവണം. വേദികൾ കീഴടക്കണം. അതാണ് എന്റെ ആഗ്രഹം. അതിന് തടസ്സം നാദിയയാണ്. അവൾ മരിക്കണം. ഞാനിത് വിശ്വസിക്കില്ല. ആ ശബ്ദം GM-ന്റെ ആണോ?
യെസ്, ഒരിക്കൽ കേട്ടാൽ ആരും മറക്കാത്ത GMന്റെ മാജിക്കൽ വോയിസ്. ഇപ്പോൾ മുതൽ അറിയണം, വിശ്വസിക്കണം, മുദ്രാപീഠം ഒരു വലിയ ട്രാപ്പാണ്. ടീച്ചറോ? ആ മനസ്സ് കുഴിച്ചു നോക്കിയാൽ കിട്ടും നിങ്ങളോട് ചെയ്ത പല പാപങ്ങളുടെയും അസ്ഥികഷ്ണങ്ങൾ. ടേക്ക് ഗുഡ് കെയർ. നാദിയ ജീവച്ഛവമായിട്ടും നാദിയക്ക് വന്നിരുന്ന മെയിലുകൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്? ഇല്ല. ഉണ്ട്, കള്ളം പറയണ്ട. കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഞങ്ങൾ വ്യക്തമായി പരിശോധിച്ചാണ്. നാദിയുടെ ഫ്രണ്ട്സിന്റെയും ഫാൻസിന്റെയും കണ്ടോളൻസ് മെയിലുകൾ ഞാൻ വെറുതെ ചെക്ക് ചെയ്തതാണ്. നോ, ഇമെയിൽ ഷോപ്പിംഗ് വരെ നിങ്ങൾ നടത്തിയിരിക്കുന്നു. ടീച്ചറുടെ സ്വദേശം ചെന്നൈ ആണല്ലേ? അതെ. നാദിയക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു? യെസ്. എത്ര ലക്ഷം പോളിസി? 50 ലക്ഷം. നോമിനി? ജാനകി അയ്യർ. നോ, ജാനകി അയ്യരുടെ പേരല്ല നോമിനിയുടെ സ്ഥാനത്ത്. മിസ് ആദിലക്ഷ്മി വരദാചലം. നിങ്ങൾ തന്നെയാണ് നോമിനി എന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. നിങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിച്ചതിന്റെ ശമ്പളമാണ് നാദിയ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയം തോന്നുന്നു. ഞാനിപ്പോ ആരെയാ വിശ്വസിക്കണ്ടേ?